CJP പ്രക്ഷോഭകർക്ക് നേരെ പെല്ലറ്റ് തോക്ക് പ്രയോഗിച്ചതിൽ മിന്നൽ സമരം നടത്തിയ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കി ഡൽഹി പോലീസ്. പെല്ലറ്റ് ഗണ്ണാക്രമണത്തിൽ പരിക്കേറ്റ സാഹിൽ എന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഡൽഹി പോലീസ് കേസെടുത്തു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ 6 മണിക്കൂറോളം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ സമരം വിജയം കണ്ടത്. പരിക്കേറ്റ സാഹിലും അമ്മയും പ്രിയങ്ക ഗാന്ധിയും അടക്കം നിരവധി പേർ രാഹുലിനൊപ്പം സമരത്തിൽ പങ്കെടുത്തു. ഒരാഴ്ച മുൻപ് സാഹിൽ രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മിന്നൽ സമരം. അതേസമയം രാഹുലിന്റെ സമരം മാധ്യമശ്രദ്ധ നേടാനുള്ള വില കുറഞ്ഞ രാഷ്ട്രീയം മാത്രമാണെന്നായിരുന്നു BJPയുടെ വാദം. പരാതി ലഭിച്ചിട്ടും FIR എടുക്കാൻ ഡൽഹി പോലീസിന് ഇത്രയും കാലതാമസമുണ്ടായത് എന്തുകൊണ്ട്? വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിന്റെ സത്യാവസ്ഥ ഇനിയെങ്കിലും പുറത്തുവരുമോ? കാണാം RD എക്സ്ട്രാക്ട്. പെല്ലറ്റ് ആക്രമണത്തിൽ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും മറ്റൊരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായും നഷ്ടപ്പെട്ട സാഹിൽ ലോച്ചാപ്പ് എന്ന വിദ്യാർത്ഥിയോടൊപ്പമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. സംഭവത്തിൽ ഓഗസ്റ്റ് 14 7 പേജുള്ള പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ആരോപണം. തുടർന്നാണ് സംഭവത്തിലുടൻ FIR ഇടണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി DCP ഓഫീസിലെത്തിയത്. ശേഷം സ്റ്റേഷന് പുറത്തെത്തിയ രാഹുൽ ഗാന്ധി പോലീസിനെയും FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്ന് ആരോപിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുന്നതുവരെ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി പ്രിയങ്ക ഗാന്ധിയും ജയറാം രമേശും സ്റ്റേഷനിലേക്ക് എത്തി. മണിക്കൂറുകളോളം നടത്തിയ കുത്തിയിരിപ്പ് പ്രതിഷേധത്തിനു ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിന് ഡൽഹി പോലീസ് വഴങ്ങിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് CJP ജൂലൈ 20 നടത്തിയ പാർലമെന്റ് മാർച്ചിനിടെയാണ് സാഹിൽ ലോച്ചാപ്പിനും മറ്റ് വിദ്യാർത്ഥികൾക്കും പെല്ലറ്റ് ആക്രമണം നേരിടേണ്ടി വന്നത്. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ് 10 പേരോളം വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. പെല്ലറ്റ് ആക്രമണത്തിന്റെ ഇരയായി ഒരു വിദ്യാർത്ഥി തന്നെ എത്തുമ്പോഴും ഡൽഹി പോലീസ് പെല്ലറ്റ് ഉപയോഗം നിഷേധിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്യാർത്ഥി സ്വന്തം ദേഹത്തേക്ക് വെടിവെക്കുകയായിരുന്നോ എന്നാണ് ഇനിയുള്ള ചോദ്യമെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ने कहा कि हमने छर्रे नहीं चलाए, तो एक ही सवाल है, अगर आपने नहीं चलाए तो किसी ने तो ये छर्रे चलाए होंगे, शायद किसी और ने इन पर छर्रे चला दिए, और अगर किसी और ने नहीं चलाए तो पता नहीं, शायद इन्होंने ही छर्रे चला दिए होंगे. ജൂലൈ 20 തനിക്ക് നേരെ പെല്ലറ്റ് ആക്രമണം നടന്നെന്നും തുടർന്ന് ഡൽഹി എയിംസിൽ സർജറി കഴിഞ്ഞ തനിക്ക് ഇനിയും പൂർണ്ണമായി കാഴ്ച ലഭിച്ചിട്ടില്ലെന്നും സാഹിൽ ലോച്ചാപ്പ് പറഞ്ഞു. इसके पास मेरे ऊपर पैलेट गन से हमला हुआ, जिसके बाद मैं लेडी हार्डिंग में एडमिट हो गया. उसके बाद मेरे को एम्स रेफर कर दिया गया और एम्स में मेरी 2 सर्जरी हुई आँख की, लेकिन वो 2 सर्जरी के बाद भी मुझे कुछ दिखाई नहीं दे रहा. और अब मैं बेड से उठा तो 14 अगस्त को मैंने अपने हाथों से 7 पेजों की कंप्लेंट लिख के मैंने एडवोकेट और मेरी मम्मी को दी, जो आए, और उनके बाद इन्होंने अपना एक्सपीरियंस बताया कि ये जब से FIR रजिस्टर नहीं कर रहे, और आज भी उन्होंने बस रिसीव. രാഹുൽ ഗാന്ധിയുടെ കുത്തിയിരിപ്പ് സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയോ നീതിക്ക് വേണ്ടിയോ അല്ലെന്നും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള തരംതാണ രാഷ്ട്രീയമാണെന്നും കേന്ദ്രമന്ത്രി JP നദ്ദയും ഇതിനിടയിൽ പ്രതികരിച്ചു. राहुल गांधी जी का आज का यह धरना न तो छात्रों के लिए है और न ही न्याय के लिए है. इससे साफ हो जाता है कि उनका मकसद किसी को न्याय दिलाना या जांच करवाना नहीं है, बल्कि सिर्फ हंगामा खड़ा करके कानून व्यवस्था को चुनौती देना है. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലായി രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങൾ, അത് പ്രൊട്ടസ്റ്റിൻ്റെ സമരമുഖത്തെ രാഹുൽ ഗാന്ധി എന്നുള്ളത് സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു രാഹുൽ ഗാന്ധി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാണ് സമരമുഖത്ത് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. അത് മൊത്തം കോൺഗ്രസിൻ്റെ ആകെ പ്രവർത്തനത്തെ മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ? നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ പറയേണ്ട ഒരു കാര്യമാണല്ലോ ഇന്ന് നമ്മൾ കണ്ടത്. ഇത്രയും നേരം ഇന്ന് പകൽ മുഴുവൻ നമ്മൾ ഈ സംഭവം കണ്ടല്ലോ. ഇത് ശ്യാമിലി, എനിക്ക് തോന്നുന്നത് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കി എന്നതാണ് ഇത്തരം സംഭവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിലാകെ തന്നെയും പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ടാവുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ സാഹിൽ ലോച്ചയ്ക്ക് 19 വയസ്സേ ഉള്ളൂ. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ഒരാളാണ് ഈ സാഹിൽ. ആ എക്സാമിൽ നടന്ന ഒരു വിഷയം എല്ലായിടത്തും പ്രശ്നമായപ്പോൾ അവിടെ ഉണ്ടായ സമരത്തിൽ സ്വാഭാവികമായിട്ട് വന്ന് പങ്കെടുക്കുകയാണ്. അപ്പോൾ വീട്ടുകാർ, അമ്മയും അച്ഛനും ഒക്കെ
ഇയാളെ തടയുന്നുണ്ട്, പോകരുത്, സമരത്തൊന്നും പോകരുത് എന്ന്. പക്ഷേ ഇത് എൻ്റെ ഭാവിയുടെ കാര്യമാണ്, നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാഹിൽ അങ്ങോട്ടേക്ക് സമരത്തിന് പോകുന്നത്. സമരത്തിന് പോയിട്ട് ഈ പറയുന്ന പോലെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഒരു കൂടം കൊണ്ട് ഇടിയേറ്റ പോലെ ഇയാൾ അന്തംവിടുകയാണ്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കണ്ണ് പെട്ടെന്ന് തുറന്ന് കണ്ണിന് ഭയങ്കരമായ വേദന വന്നപ്പോൾ തൊട്ട് നോക്കുമ്പോൾ കണ്ണ് പുറത്തേക്ക് വന്നതുപോലെയാണ് തോന്നിയെന്നാണ് അയാൾ ഈ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് തള്ളി അകത്തേക്ക് വെക്കുന്നത് പോലെ വെച്ചിട്ട് ഇയാൾ ഓടിയൊരു ബൈക്കിൽ കയറിയിട്ട് അടുത്ത ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇത് ഒരുപാട് ആളുകൾ സമരം നടത്തുന്നു, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ എതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നു. അപ്പോൾ അതിനകത്ത് പരസ്പരം ശ്രദ്ധിക്കാനും സഹായിക്കാനും ഒന്നും ഒരുപാട് ആളുകളുടെ സംഭവമല്ല, അവർ പ്രതീക്ഷിക്കാത്ത അറ്റാക്കാണ് ഉണ്ടായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ കുട്ടി ഓടിയിട്ട് ഒരു സമീപത്തുള്ളൊരു ആശുപത്രി, മറ്റൊരു കുട്ടിയുടെ ബൈക്കിൽ കയറിയിട്ട് ഓടിയിട്ട് ഒരു ആശുപത്രി ചെല്ലുകയാണ്. അപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ അവർ പ്രാഥമികമായിട്ട് പരിശോധിച്ചു, കാഴ്ചയുടെ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഈ കുട്ടിയെ എയിംസിലേക്ക് റെഫർ ചെയ്തു. എയിംസിൽ പോയിട്ട് ഒരു സർജറി കഴിഞ്ഞു, രണ്ടാമതൊരു സർജറി കൂടി ഇനി നടത്താനുമുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച ഏതാണ്ട് പോകും എന്നതാണ് ഉള്ള ഒരു സാധ്യത. പക്ഷേ ചെറിയ ശതമാനം സാധ്യത ഇപ്പോഴും തിരിച്ചു കിട്ടാനുണ്ടെന്ന് പ്രതീക്ഷയിലാണ് അവരുള്ളത്, വീട്ടുകാരൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നടന്നിട്ട് അമ്മ ജ്യോതി ലാച്ച, അവരുടെ അമ്മയുടെ പേര് ജ്യോതി ലാച്ച എന്നാണ്. ഈ അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇവന് പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ട് 12 മണിക്കൂർ, ഈ സംഭവം നടന്ന ശേഷം 12 മണിക്കൂർ അവർ ഈ ഡൽഹി സമീപ പ്രദേശത്തെ ഒരുപാട് ആശുപത്രികളിൽ കയറിയിറങ്ങി. ഈ കുട്ടി എവിടെയുള്ളതെന്ന് അറിയില്ല, കരഞ്ഞുകൊണ്ട് കയറിയിറങ്ങിയ അമ്മ, കരഞ്ഞുകൊണ്ട് ഈ അമ്മ ആശുപത്രികൾ തോറും കയറിയിറങ്ങി. എന്നിട്ട് പാതിരാത്രിയോട് കൂടിയിട്ടാണ്, അല്ലെ പുലർച്ചയോടെയാണ് ഈ കുട്ടി ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ട് അവിടെ ചെന്ന് കാണുന്നത്. അപ്പോൾ അങ്ങേയറ്റം സങ്കടകരമായൊരു കാര്യമാണ്. ഇപ്പോൾ രാജ്യങ്ങളിൽ ആളുകൾ ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമരങ്ങളൊക്കെ നടക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, ഏത് രാജ്യത്തും നടക്കുമല്ലോ. അപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, നമ്മളതിനെ അങ്ങനെ കാണണം. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് നടത്തുകയല്ല, ഇതൊരു എല്ലാവർക്കും സമ്മതിക്കാവുന്ന, BJP-ക്കാർക്കും BJP-ക്കാരുടെ വീടുകളിലെ ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന, ഒരു കേന്ദ്ര സർക്കാരിനോട് അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന വിധം വലിയ വമ്പൻ തുടർ വീഴ്ചകൾ ഈ പരീക്ഷാ രംഗത്തുണ്ടായിട്ട്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും മറ്റ് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ട് ഈ കുട്ടികൾക്കിടയിലുണ്ടായ സ്വാഭാവിക രോഷം കൊണ്ട് അവിടേക്ക് പോയ ആളാണ് ഈ സാഹിൽ അടക്കമുള്ള ആൾ. സാഹിൽ മാത്രമല്ല, 25 വയസ്സുള്ള മറ്റൊരു ചെറുപ്പക്കാരനും, ഷെയ്ഖ് അൻസാരിന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ചെറുപ്പക്കാരന് കൂടെ ഇതുപോലെ തന്നെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ സാഹിലിൻ്റെ ദേഹത്ത് 200 ബുള്ളറ്റുകൾ, പെല്ലറ്റ് ബുള്ളറ്റുകൾ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത്. 3 എണ്ണം കണ്ണുകളിൽ മാത്രമായിട്ടുണ്ട്. ഹൃദയത്തിനടുത്തേക്ക് ചില പെല്ലറ്റ് കയറിയിട്ടുണ്ട്. പക്ഷെ അത് എടുക്കാൻ പറ്റാത്ത നിലയാണ്, അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതകാലം 19 വയസ്സുള്ള ഇയാൾ ഇനി ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ അതകത്ത് വെച്ച് തന്നെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുണ്ടായൊരു സമരത്തിൽ കുട്ടി പങ്കെടുത്തപ്പോൾ ആ സമരക്കാരായിട്ടുള്ള കുട്ടികളെ കൂടെ സംരക്ഷിക്കാൻ ചുമതലയുള്ള ഭരണകൂടം അവർക്കെതിരെ ഇങ്ങനെ ഒരു ഹിംസാത്മകമായിട്ടുള്ള കാര്യം ചെയ്തു. അതായത് പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്ന മനസ്സിലാക്കാം, ഇവരെ പിരിച്ചുവിടാനൊക്കെ ചിലപ്പോൾ ശ്രമിച്ചേക്കും. പക്ഷേ ഈ പെല്ലറ്റുകൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ തീവ്രവാദ പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ പെല്ലറ്റ്, വലിയ ആൾക്കൂട്ടത്തൊക്കെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാകും ഉപയോഗിക്കുന്ന ഈ പെല്ലറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മൾ AK-47 ഉപയോഗിച്ചായിട്ട് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് പിന്നീട് കേട്ടു. അപ്പോൾ പെല്ലറ്റ് ഉപയോഗത്തിന് ആരാണ് ഉത്തരവിട്ടത് എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. വളരെ പ്രസക്തമായുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടിയില്ല. പാർലമെൻറ്റ് കൂടിയപ്പോൾ ഈ ഡൽഹി പോലീസ് ഇരിക്കുന്ന ദേശീയ ആഭ്യന്തര മന്ത്രിയുടെ, കേന്ദ്ര സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയുടെ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ഭരണത്തലപ്പത്തുള്ള അമിത്ഷായുടെ നേരിട്ടുള്ള കീഴിലുള്ള ഈ പോലീസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അതേക്കുറിച്ച് വിശദാംശങ്ങൾ വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി അങ്ങോട്ട് ഹാജരായതേ ഇല്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർന്നു വരും. എന്ന് മാത്രമല്ല, ഇതൊരു പൗരൻ്റെ അവകാശമാണ്. 19 വയസ്സ് മാത്രം പ്രായമുള്ള, ഇനി ദീർഘകാലം രാജ്യത്ത് ജീവിച്ചിരിക്കേണ്ടുന്ന ആ കുട്ടി, ഈ സാഹിൽ, അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം, അയാളുടെ അമ്മ പറയുന്നത് ആഗ്രഹമായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥനാകണം എന്നായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനാകണം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇനി എൻ്റെ ജീവിത സ്വപ്നം ഇവിടെ പൊലിഞ്ഞു, കാരണം ഈ കണ്ണ് വെച്ചുകൊണ്ട് എനിക്ക് പോലീസാകാൻ പറ്റില്ല എന്ന് അദ്ദേഹം സങ്കടത്തോടെ പറയുകയാണ്, അദ്ദേഹം അബ്ബയും. അപ്പോൾ അങ്ങനെ ഭാവി ജീവിതം തന്നെ ഇരുട്ടിലാക്കി കളഞ്ഞ ഈ പ്രശ്നത്തെക്കുറിച്ചൊരു പോലീസ് പരാതി കൊടുക്കുമ്പോൾ പോലീസ് പറയാണ്, അവിടെ ചെല്ലുമ്പോൾ മുകളിൽ നിന്ന് ഉത്തരവുണ്ട്, ഈ പരാതി സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ലല്ലോ, ഇതെന്താണ് ഒരു ബനാന റിപ്പബ്ലിക് അല്ലല്ലോ. ഇവിടെ നീതിന്യായ വ്യവസ്ഥയും പോലീസ് സംവിധാനവും എല്ലാം റിട്ടേൺ ഭരണഘടനയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ എനിക്കൊരു പരാതിയുണ്ട്, എനിക്ക് നേരെ ഇങ്ങനെ നിയമലംഘനത്തോടെ ഇങ്ങനൊരു അറ്റാക്ക് നടന്നു എന്നൊരു പരാതിയുണ്ട്. ആ പരാതി കൊടുക്കാൻ പോയ കുട്ടിക്ക് അവിടെ ആ പരാതി കൊടുക്കാൻ പറ്റില്ല, അമ്മയുമായിട്ട് അങ്ങോട്ട് എന്നിട്ട് പരാതി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെയാണ് രാഹുൽ ഗാന്ധി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചോദിക്കാനും പറയാനുള്ള ഒരാളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം നേരെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പോൾ JP നദ്ദ പോലുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കൾ തന്നെയും സർക്കാരിലെ അംഗങ്ങളായിട്ടുള്ള മന്ത്രിമാർ തന്നെയും പറയുന്നത് എന്തോ രാഷ്ട്രീയ കളിയാണ് എന്നാണ്. രാഷ്ട്രീയ കളിയൊക്കെ ഇതിനകത്തുണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല, രാഷ്ട്രീയം തന്നെയാണല്ലോ എല്ലാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ചോദിച്ചില്ലെങ്കിലോ, രാഹുൽ ഗാന്ധി ഇക്കാര്യം ചോദിക്കാനായിട്ടില്ലെങ്കിലോ,
കുറേ ആളുകൾക്ക് ഈ രണ്ടാളുകളുടെ ജീവിതം ആ മട്ടിലങ്ങ് പോകും. അതായത് വളരെ ന്യായയുക്തമായിട്ടുള്ള സമരത്തിൽ അനേകായിരങ്ങൾക്കൊപ്പം പങ്കെടുത്ത ഒരാൾക്ക് നേരെ ഇങ്ങനെയൊരു അതിക്രമം ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ ആ മട്ടിൽ അയാൾ ഈ രാജ്യത്തെ ഈ പോലീസ് അതിക്രമങ്ങളിൽ പരിക്കേറ്റ അനേകായിരങ്ങളിൽപ്പെട്ട് അങ്ങ് ഇല്ലാതായി പോകും. പക്ഷെ അതല്ല, അത് അക്കൗണ്ടബിൾ ആകണം. സർക്കാർ മറുപടി പറയണം. നിങ്ങൾ ആരാണ് ഇതിന് ഉത്തരവ് വിട്ടത് എന്ന കാര്യം പറയണം എന്നതിലേക്കാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ പോലീസ് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകർത്താക്കൾ, അതിപ്പോൾ ഏത് കാലത്തെ ഭരണകർത്താക്കളാണെങ്കിൽ ആദ്യം ചെയ്യുക, ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഉത്തരവിടുക എന്നതാണ്. കാരണം അവിടെ ഒരു ശരിയല്ലാത്ത കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ പറയുന്ന പെല്ലറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുക, എന്നിട്ട് ആ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുക, ഇത്തരം പരാതികൾ വരുമ്പോൾ വാങ്ങിവെക്കുക, ഇതിനെ ഉദാരമായിട്ട് സമീപിക്കുക എന്ന കാര്യം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കാൻ കൂടിയാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാണ്. പക്ഷേ സമരം ഇങ്ങനെയായതിനു ശേഷം ആ സമരക്കാരെ, ഇപ്പോൾ നേഹ അടക്കമുള്ള ഈ സമര നേതാക്കളെ കൊണ്ടുവന്നിട്ട് പിന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഹുൽ ഗാന്ധി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ ഈ യുവാക്കളുടെ സമരത്തെ അതിന് വേണ്ട സപ്പോർട്ട് പുറത്തുനിന്ന് കോൺഗ്രസ് കൊടുക്കുകയും അത് വ്യക്തിപരമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ നേരിട്ട് കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ചോദിക്കാനും പറയാനും ഒരു രക്ഷാകർത്തൃ രൂപമുണ്ട് എന്ന നിലയിലേക്ക് അദ്ദേഹം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതുമാത്രമല്ല ശ്യാമിലി, അതായത് ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്ന എന്താണ്, ഈ സമരത്തിൽപ്പെട്ട CJP പ്രവർത്തകർ മറ്റൊരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു ആശയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ CJPയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വരുന്ന വിഷ്വൽസ് കണ്ടാൽ നമ്മൾ ഞെട്ടിത്തെറിച്ച് പോകും. കേരളത്തിൽ നിൽക്കുന്ന നമ്മൾ ഞെട്ടിത്തെറിച്ച് പോകും. പല സംസ്ഥാനങ്ങളിൽ അവർ പോകുമ്പോൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ടീക്കറോ എന്നൊരു ആന്തോളൻ, ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണല്ലോ ഇപ്പോൾ അവർ. അപ്പോൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അവസ്ഥ ഒരു 50 വർഷത്തിനപ്പുറത്ത് കേരളത്തിൽ, 50 വർഷത്തിനപ്പുറത്ത് പോലും കേരളത്തിൽ ഒരുപക്ഷെ ഈ മറ്റുള്ള ക്ലാസ് റൂമുകളും സ്കൂളുകളും ഉണ്ടോ എന്നത് സംശയമാണ്. ഇപ്പോഴത്തെ കാര്യം പറയേണ്ടതില്ല. കേരളം പോലൊരു സ്ഥലത്ത് അങ്ങേയറ്റം ഗംഭീരമായിട്ട് സ്കൂൾ സംവിധാനം നമ്മുടെ കാലത്ത് ഉണ്ട്. നമ്മുടെ കാലത്ത് മാത്രമല്ല, ദീർഘകാലമായിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രക്കും മോശമായുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് ഇന്നിപ്പോൾ അശുതോഷ് റാങ്കിയെ തല്ലി ഓടിച്ചു, BJPക്കാർ തല്ലി ഓടിച്ചു. ആ സ്കൂളിലേക്ക് പക്ഷേ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണിക്കുകയാണ്, ഇത് ആ സ്കൂൾ കണ്ടാൽ തകരാറിലായിരിക്കുന്ന സ്കൂളാണ്, അവിടെ കുട്ടികളിരുന്ന് പഠിക്കുകയാണ്, ഇതെങ്ങനെയാണ്, എന്ത് സേഫ്റ്റിയാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് മോശമായുള്ള സാഹചര്യത്തിൽ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ പ്രവർത്തിക്കുകയാണ് എന്നത് സത്യത്തിൽ ഇത് ഈ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിന് ശേഷം ഇത്തരം വാർത്തകളിൽ നിന്ന് പിന്മാറിയതുകൊണ്ട്, പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ ഇത്തരം വാർത്തകളിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ കരുതിയിരുന്നത്, എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ കരുതിയിരുന്നത് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യത്തെല്ലായിടത്തും പലയിടത്തും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുൻ സർക്കാരുകളേക്കാൾ കാലത്തിൻ്റെ മാറ്റം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പക്ഷേ ഈ പറയുന്ന പുറത്ത് പരസ്യങ്ങളിലും മറ്റും കാണിക്കുന്ന ഈ റോഡുകൾ, വലിയ കെട്ടിടങ്ങൾ എന്നതൊക്കെ പോകുമ്പോൾ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ പരമദയനീയ അവസ്ഥയിലാണ് എന്ന് CJP, കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ സന്ദർശിക്കുകയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു എന്ന് കാണുമ്പോഴാണ് അവിടേക്ക് വരുമ്പോൾ അശുതോഷ് റാങ്കയെ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് തല്ലി ഓടിക്കാൻ തയ്യാറാകുന്നത്. ഞങ്ങളുടെ നാട്ടിലെ സ്കൂള് ഇവരുടെ വരവ് കൊണ്ട് കുറച്ച് മെച്ചപ്പെടുകയാണെങ്കിൽ, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറച്ച് മെച്ചപ്പെടുകയാണെങ്കിൽ മെച്ചപ്പെടട്ടെ, ഞങ്ങളുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു വിദ്യാഭ്യാസം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, നാട്ടുകാർ ഇവരെ തല്ലി ഓടിക്കുകയാണ് ചെയ്യുന്നത്. തല്ലി ഓടിക്കുന്നതുകൊണ്ട് പക്ഷേ കാര്യം ആളുകൾ അറിയാതിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ CJP സമരം, അതിൻ്റെ തുടർ മൂവ്മെൻറ്റ് പല വശങ്ങളിലായിട്ട് BJP സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടി നടക്കുകയാണ്. ഒന്ന്, ഇതുപോലെ സ്കൂൾ ടീക്കറോ പോലുള്ള CJPയുടെ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റുകൾ. ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം പറയണം, ഈ രാജ്യത്തെ യുവജനത്തോടുകളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഉത്തരം പറയണം എന്ന സമരം ആ വഴിക്ക് നടത്തുകയും ചെയ്യണം. അപ്പോൾ ആ നിലക്ക് ഇത് BJPക്ക്, കേന്ദ്ര സർക്കാരിന് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി കൺസിസ്റ്റൻസി ഇല്ലാത്ത നേതാവ് എന്ന നിലക്കാണ് നമ്മൾ അദ്ദേഹത്തെ എപ്പോഴും കാണുക. കൺസിസ്റ്റൻസി ഇപ്പോഴും, അതായത് രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ട് പോക്കിനെ അദ്ദേഹത്തെ പപ്പു എന്നൊക്കെ വിളിച്ച് എല്ലാവരും പരിഹസിച്ച സമയത്ത് പോലും വളരെ ഒരു കൗതുകത്തോടെയും പിന്തുണയോടെയും നോക്കിയൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയ കൺസിസ്റ്റൻസി ഇല്ല എന്നല്ല ഇപ്പോഴും തോന്നാറുണ്ടെങ്കിൽ പോലും, പക്ഷേ ഇത്തരം ഘട്ടങ്ങളിലെ ഇടപെടൽ എന്നുള്ളത് നിശ്ചയമായിട്ടും രാജ്യം ആവശ്യപ്പെടുന്ന, ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെടുന്ന സംഗതികളാണ് എന്നത് പറയാതെ വയ്യ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് വന്നു. ഇത്തരം കാര്യങ്ങളിൽ ഈ നേതൃബിംബങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് തള്ളിക്കളയാൻ പറ്റുന്ന നിലയുണ്ടാവില്ല. ഇപ്പോൾ ഈ സാഹിലും അദ്ദേഹത്തിൻ്റെ അമ്മയും മാത്രമാണ് അങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ ഒരു തവണ പറഞ്ഞയച്ചാണ് അവരെ, ഇത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചാണ്. പക്ഷേ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തൊക്കെയുള്ള രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനൊപ്പം വരുമ്പോൾ കാര്യം മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ചോദിക്കാനും പറയാനും, അതായത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തുന്ന, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും അവരുടെ അനുഭാവികളുടെയും
എതിർപ്പിന് ഇരയാകേണ്ടി വരുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇപ്പുറത്ത് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്ന തോന്നലുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഇടപെടലും സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും. ഇതിൽ തുടക്കത്തിൽ സനീഷേട്ടൻ സംസാരിച്ചു തുടങ്ങിയപ്പം പറഞ്ഞിരുന്നത് സാഹിൽ ലോച്ചാപ്പ് അയാളുടെ നരകയാതന എന്തുകൊണ്ടാണ് ജന്തർ മന്ദറിൽ ഒരു പോലീസ് ഒരു നരനായാട്ട് നടത്തിയത് തന്നെയാണ് എന്നുള്ള പ്രതിപക്ഷ ആരോപണവും നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. അതിലൊന്നും വലിയ തർക്കമൊന്നുമില്ല. പക്ഷെ അത് തെളിയിക്കുന്ന, അത് വിവരിക്കുന്ന ഒരു അനുഭവമാണ് സാഹിലിനുണ്ടായിരിക്കുന്നത്. ഇത്തരം സാഹിൽ മാത്രമല്ല, സാഹിൽ ഒരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല, മറ്റു പലരെയും നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി തന്നെ ബാധിക്കപ്പെട്ടവരെയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടവരും സ്ത്രീകളടക്കം, അവർക്കെതിരെ ലൈംഗിക ആക്രമണം ഉണ്ടായ സ്ത്രീകളടക്കം, പെൺകുട്ടികളടക്കം വന്ന് നമ്മൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ വിവരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് യുവാക്കൾക്കിടയിൽ വലിയ വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ വികാരം എന്ന് പറയുന്നത് വലിയ രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലത്ത്, അതായത് ഈ ജൻസി കുട്ടികൾ അവരുടെ ജനനകാലം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതാണ് അവരുടെ വാക്കുകൾ, ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വന്നപ്പോൾ അവർക്കൊരു വലിയ രോഷമാണ് ഉണ്ടായിരിക്കുന്നത്. അത് സകല മേഖലകളിലും അലയടിക്കുകയാണ്. അത് ഇവർ കണ്ട് പരിചയിച്ച് നേരിട്ട് വന്ന ഒരു രീതിയല്ല ഈ കുട്ടികളുടേത്. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് കുറേ കാലങ്ങളായി ഇവർ വളരെ നിശബ്ദരായിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് അത് ആളുന്നത്. ഈ കാര്യം രാഹുൽ ഗാന്ധിയും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ രാഹുൽ ഗാന്ധി എനിക്കും രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം സ്ഥിരത പുലർത്തുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഈ നിലയ്ക്ക് സമരമുഖത്ത് നിറഞ്ഞു നിൽക്കുകയും സമരമുഖത്തിന് മറ്റൊരു പോർമുഖം എന്ന് നമ്മൾക്ക് ശരിയാം വിധം മനസ്സിലാകുന്ന നിലയിൽ അദ്ദേഹം നിലകൊള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വികാരം, ഈ രോഷം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായത് നമ്മുടെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു നിരീക്ഷണമായി ഇട്ട ഒരു കുറിപ്പാണ്. അത് യൂട്യൂബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ, അതായത് ഈ CJP സമരം കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിലും ഈ ഓഗസ്റ്റ് മാസത്തിലൊക്കെ 81% വ്യൂസും കോൺഗ്രസ് ഹാൻഡിലുകൾക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, രാഹുൽ ഗാന്ധി എന്നീ ചാനലുകളാണ് യഥാക്രമം ആദ്യ 3 സ്ഥാനത്ത്. 10% വ്യൂസ് നേടി BJP ചാനലുകൾ 2ാം സ്ഥാനത്ത്. 8% വ്യൂസ് AAP നേടിയപ്പോൾ 1% RJDയും പട്ടികയിൽ ഇടം നേടി എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ ഇടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ സമരത്തിന് ശേഷം അതായത് BJP IT സെല്ലുകളുടെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനു മുമ്പും അതിനോട് ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളിലാണ് ഏറ്റവും അധികം ആക്ടിവിറ്റീസ് നടക്കുന്നത്, എൻഗേജ്മെൻ്റ് ഉണ്ടാകുന്നത്. അതാണല്ലോ നമ്മളുടെ സൈബർ ഭാഷ. അപ്പോൾ 81% കോൺഗ്രസ് ഹാൻഡിലുകൾക്ക് അതിൽ തന്നെ രാഹുൽ ഗാന്ധി, അദ്ദേഹം എന്തു പറയുന്നു, അദ്ദേഹം എങ്ങനെയാണ് വിഷയങ്ങളോട് പ്രതികരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ എന്താണ്, അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പേരും, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പേരും തയ്യാറാവുന്നു, അവരത് സാഹൂതം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണല്ലോ. ഈ ഘട്ടത്തിൽ ആണ് കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെയും തീർച്ചയായും സ്ട്രാറ്റജിക്കലി അതിനെ കാണുകയും ഈ തരത്തിലുള്ള ഉപദേശം കൊടുക്കുന്നവരും ഉണ്ടാവും. ഇത് രാഷ്ട്രീയമായി മാത്രമാണ് കോൺഗ്രസ് ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളതല്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ യുവതയ്ക്കായി കൂടുതൽ നിലകൊള്ളേണ്ട ഒരു ഘട്ടം അവിടെയാണ് വരുന്നത്. അതായത് ആക്സസ് ഉണ്ടാവണം, ഒരാളെ എത്തിപ്പെടാൻ പറ്റണം. രാഹുൽ ഗാന്ധി നമുക്ക് വലിയ യാത്രകളൊക്കെ നടത്തിയതാണ്, പല സമരങ്ങളോടും അദ്ദേഹം ഐക്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം നമ്മൾക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ആക്സസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ആക്സസ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നത് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. കോൺഗ്രസ് അവരുടെ സമരമുറ തന്നെ മാറ്റുന്നത് പോലെയാണ് ഈ ഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ, എന്തിന് മല്ലികാർജുൻ ഖാർഗെ വരെ തെരുവിലിറങ്ങുകയാണ്. ഈ സമയത്ത് നമ്മൾ എത്ര തവണ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഒരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി CWC ചേർന്ന് കഴിഞ്ഞത് അല്ലേ? അതിലൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ത് എന്നുള്ളതാണ്. അതിൽ തന്നെ യുവാക്കളാണ് സെൻറ്റർ ഓഫ് ദി പോയിന്റ് വരുന്നത്. അത് ഭരണപക്ഷത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സർവകലാശാലകൾ മന്ത്രിമാരൊക്കെ സന്ദർശിക്കണം. ഓരോ മാസത്തിലും ഓരോ സർവകലാശാലകൾ എന്ന നിലയ്ക്ക് നമ്മുടെ ആളുകൾ സന്ദർശിക്കണമെന്നുള്ളത്. അത് വിദ്യാർത്ഥികളാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അവരാണ് ഇനി തലമുറ, അവരാണ് ഇനി വോട്ട് ചെയ്യേണ്ടത്, അവരാണ് ഇതിനെ ഈ പ്രക്രിയ നിലനിർത്തി കൊണ്ടുപോകുന്നത്. നമുക്കാണെങ്കിലും അപ്പോൾ അവരെ എൻകാഷ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ താഴെത്തട്ടിലേക്ക് ഇപ്പോഴും ആ വിധത്തിലുള്ള ബോധ്യങ്ങൾ വന്നിട്ടില്ല. അതാണ്
CJP പ്രൊട്ടസ്റ്റ്, അതായത് CJP സ്കൂൾ ടീക്കരോ എന്ന് പറയുമ്പോൾ അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും കഴിയാത്ത അണികൾ ഇപ്പോഴും ആ നിലയ്ക്കുണ്ട്. പക്ഷെ അവിടെയൊക്കെയാണ് RSS വന്ന് ജൻസി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് തീർച്ചയായും അതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കണം. അവിടെയാണ് ഈ വിദ്യാർത്ഥികൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ CWCയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇത്തരം വിഷയങ്ങൾ ഉയർത്തണം. അതിൽ മറ്റു വിഷയങ്ങളുണ്ട്. ഇതിപ്പോൾ സ്കൂളിൻ്റെ കാര്യവും വിദ്യാർത്ഥികളുടെ പ്രശ്നവും വരുമ്പോൾ ഇവിടുത്തെ ആരാധനാലയങ്ങൾ കോടിക്കണക്കിന് രൂപകൾ മുടക്കി മോടി പിടിപ്പിക്കുവാനും അതിൻ്റെ വൃത്തിയും അതിൻ്റെ വെടിപ്പും ഇതിനും അതിന് ജീവനക്കാരെ നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. മാത്രവുമല്ല വലിയ വലിയ പ്രതിമകൾ, ആളുകൾക്ക് കോടികൾ മുടക്കുന്ന പ്രതിമകൾ, ഇത്രയൊന്നും തുകയൊന്നും വേണ്ട ഒരു സ്കൂള് ടീക്കരോ ഒരു സ്കൂൾ വൃത്തിയാക്കാൻ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അത് നമ്മൾ ഈ സമൂഹത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്, ഏത് കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം ഈ കോൺഗ്രസ്, അതായത് അവർ മറ്റൊരു കാര്യം നടത്തുന്ന ഒരു ഛാത്രോം കി ഗൂഞ്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയതാണ്. അവർ ആദ്യം അത് രാജസ്ഥാനിലാണ് തുടങ്ങിയത്, പിന്നീട് അവർ ഉത്തർപ്രദേശിൽ നടത്തി. രാജസ്ഥാനിൽ അത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ. പിന്നീട് CJP പ്രൊട്ടസ്റ്റിന് ശേഷം ആ ഛാത്രോം കി ഗൂഞ്ചിലേക്കും കുറേ യുവാക്കൾ ഒഴുകിയെത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ യുവാക്കളെയാണ് അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള വലിയ തിരിച്ചറിവാണ് എന്തായാലും ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയ തന്നെയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുകയല്ല. കാരണം ഈ സമരത്തിന് ശേഷം ജന്തർ മന്ദറിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഐസ പ്രസിഡന്റിനോട്, നേഹ ബോറയുടെ കൂടെ, റിയ ആഹിർ അല്ലേ ആ പെൺകുട്ടിയുടെ പേര്, അവരുടെ കൂടെ, അതിനുശേഷം നേരത്തെ തന്നെ സാഹിലിൻ്റെ കൂടെ, ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തിക്കുന്നതും ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് കാണിക്കുന്നതിലും സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എടുത്ത ഒരു മുൻകൈ ഉണ്ടല്ലോ, അതിന് നമ്മൾ കൈയടിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് യുവാക്കളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ആരാണോ നേതൃത്വത്തിലിരിക്കുന്ന അവരിത് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇവർ സഭയിൽ ആവശ്യപ്പെട്ടു അമിത്ഷാവിനോട്, നിങ്ങൾ അക്കൗണ്ടബിൾ ആവണം, ഇതിന് മറുപടി പറയണം, ഇതിന് പ്രസ്താവന നടത്തണം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരവും സ്വീകാര്യമായ ഒരു കാര്യം. അവർ തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് തെരുവിലേക്ക് ഇറങ്ങുന്നു. AICC ഓഫീസ് പോലുമല്ല, അതായത് ഇവിടുത്തെ വാർത്താ സമ്മേളനങ്ങളൊക്കെ സനീഷയുടെ ശ്രദ്ധിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയുടെ പുറത്താണ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് മറ്റെവിടെയോ വെച്ചാണ്, പുറത്താണ്, എല്ലാ മാധ്യമങ്ങൾക്കും നിൽക്കാവുന്ന, മൈക്ക് നീട്ടാവുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോൺഗ്രസ് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അത് ഇവിടുത്തെ യുവജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുമാത്രവുമല്ല മറ്റുള്ള പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. അത് ഭയങ്കര ആശാസ്യമായ ഒരു കാര്യമാണ്, ഭയങ്കര സ്വീകാര്യമായ ഒരു കാര്യമാണ്. അതിന് കൈയടിക്കണം. അതിന് രാഹുൽ ഗാന്ധി തന്നെ മുതിരുന്നു, അദ്ദേഹം തന്നെ നേതൃത്വം വഹിക്കുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള, അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിൽ ഇരകളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ന് പ്രതിഷേധത്തിനെത്തിയ 19 വയസ്സുകാരൻ സാഹിൽ. തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതയെ രേഖാമൂലമുള്ള പരാതിയായി ഒരാഴ്ച മുമ്പ് അറിയിച്ചിട്ടും പോലീസ് FIR സ്വീകരിച്ചില്ല എന്ന ഗുരുതര ആരോപണമാണ് സാഹിൽ ഉയർത്തിയത്. തങ്ങൾ പെല്ലറ്റ് ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന ഡൽഹി പോലീസ് പിന്നെന്തുകൊണ്ട് ഇത് നടത്തിയത് ആരെന്ന് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഉയർന്ന പ്രധാന ചോദ്യം. ഒടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മിന്നൽ സമരത്തിന് മുന്നിൽ ഡൽഹി പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയം ഒരു FIRൽ തീരുന്ന ഒന്നല്ല. പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചില്ലെന്ന് ഡൽഹി പോലീസ് ആവർത്തിക്കുമ്പോഴും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ GD എൻട്രി അവരുടെ വാദങ്ങൾക്കെതിരാണ് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതിലെ സത്യാവസ്ഥയടക്കം പുറത്തു വരേണ്ടതുണ്ട്. വിഷയം അന്വേഷിക്കാൻ സുപ്രീം കോടതി 5 അംഗ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നിരിക്കെ പെല്ലറ്റ് ആക്രമണത്തിനൊപ്പം പോലീസിന്റെ മറ്റു ക്രൂര നടപടികൾ നേരിട്ട വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം.